പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ മണിക്കൂർ തുടങ്ങുമ്പോൾ എനിക്കിപ്പം ഒരു അതിഥി കൂടിയുണ്ട്. ഇപ്പം നമുക്കറിയാം, സിനിമാ കാലമാണ്. സിനിമകളൊക്കെയും തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ പ്രേക്ഷക പ്രശംസ നേടി തിയേറ്ററുകൾ നിറഞ്ഞ് മുന്നേറുന്ന സിനിമയാണ് പള്ളിച്ചട്ടമ്പി. പള്ളിച്ചട്ടമ്പിയുടെ തിരക്കഥാകൃത്ത് എനിക്കൊപ്പം ചേരുന്നുണ്ട്. സർ, ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. സ്വാഗതം. അപ്പം പള്ളിച്ചട്ടമ്പി നിറഞ്ഞോടുന്നുണ്ട് തിയേറ്ററുകളിൽ. ഇപ്പം സിനിമ കണ്ട് ഇറങ്ങി, ഞാനിപ്പം ഇന്നലെ വൈകിട്ടാണ് പോയി കാണുന്നത്. അപ്പം കാണുമ്പോൾ നിറഞ്ഞ സദസ്സാണ്. ഒരു വലിയ ക്യാൻവാസിലൊടുക്കിയ വലിയൊരു ശ്രമം അങ്ങനെ തന്നെ തോന്നി സിനിമയെ. അപ്പോൾ അത് ബോധപൂർവം അങ്ങനെ തന്നെ വന്നെയായിരുന്നു? അതെ, കാരണം ഇതിൻ്റെ ഒരു വിഷയം കുറച്ച് വലുതാണല്ലോ. അതെ, അതൊരു 1930 മുതൽ ഇങ്ങോട്ട് പോകുന്നൊരു കഥയാണ്. നമ്മുടെ കഥയുടെ ഒരു പ്രധാന പരിസരം എന്ന് പറയുന്നത് ഈ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരമേൽക്കുന്ന ആ ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വിമോചന സമരം, വിമോചന സമരത്തിൻ്റെ പറയാത്ത കഥകൾ, ഒരുപക്ഷെ അധികം നമ്മൾ ചർച്ച ചെയ്യപ്പെടാത്ത അതിൻ്റെ വിഷയങ്ങൾ നമ്മുടെ ഒരു മുഖ്യധാര സിനിമയിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് ടി.വി. ചന്ദ്രൻ്റെ ഒരു സിനിമയിൽ വിമോചന സമരം ഒരു 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 അണ്ടർ കറണ്ടായിട്ട് പോകുന്നു. അതല്ലാതെ ചിന്തിച്ചാൽ ശരിക്കും മുഖ്യധാര സിനിമയിൽ വിമോചന സമരം ചർച്ച ചെയ്യപ്പെടുന്നത് ആദ്യമാണ് തോന്നുന്നു. അപ്പോൾ അതിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രം ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്രിസ്റ്റഫർ സേന. അപ്പോൾ ക്രിസ്റ്റഫർ സേന എന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മുടെ ചരിത്രം, കാരണം ഇതിൻ്റെ ഒരു നിർമ്മാതാക്കൾ തന്നെ പിന്നീട് തള്ളിപ്പറഞ്ഞ ഒരു പ്രതിഭാസമാണല്ലോ വിമോചന സമരം എന്ന് പറയുന്നത്. ആരാണോ അത് സൃഷ്ടിച്ചത് അവർ തന്നെ ഇത് പാടില്ലായിരുന്നു, അതൊരു ഒരു ആഭാസ സമരമായിരുന്നു എന്ന് പറഞ്ഞ ഒരു വിഷയമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ തേടിക്കഴിഞ്ഞാൽ ഈ വിമോചന സമരത്തെ സംബന്ധിച്ചും ഈ ക്രിസ്റ്റഫർ സേനയെ സംബന്ധിച്ചുമുള്ള പല രേഖകളും അപ്രത്യക്ഷമായ അവസ്ഥയിലാണ്. ഞാനിതിൻ്റെ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഒരു മധ്യകേരളത്തിലെ ഒരു പള്ളിയിൽ, ആ പള്ളിയിൽ നേരത്തെ ക്രിസ്റ്റഫർ സേന ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവിടെ ഞാൻ അതിൻ്റെ ഒരു എന്തെങ്കിലും രേഖകൾ ഉണ്ടാവുമെന്ന് അന്വേഷിച്ചു. അങ്ങനെ ഞാനൊരു ഡോക്യുമെൻ്ററി കാണുമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ പഴയ രേഖകൾ ഞാൻ പരിശോധിച്ചു. വരുമ്പോൾ 1958 ലാസ്റ്റിലെ ഒരു സുവനിയറിൽ അവർ പറയുന്നുണ്ട് 958 അവസാനം മലബാറിൽ നിന്നും 2 കളരിഗുരുക്കന്മാരെ വേദപാഠ പരിശീലനത്തിന് നിയമിച്ചു എന്നാണ് പറയുന്നത്. അതായത് കളരിഗുരുക്കന്മാരെ വേദപാഠ പരിശീലനത്തിനാണ് നിയമിച്ചത്. അപ്പോൾ അവിടെ ഈ അടിത്തറ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന ചട്ടമ്പി എന്നുള്ള പ്രയോഗമേ ഇല്ല. അപ്പോൾ അത്തരത്തിലാണ് ചരിത്രം മൂടി വയ്ക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളൊരു കൊമേഴ്ഷ്യൽ, എല്ലാ അർത്ഥത്തിലുള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമ പറയാനാണ് നമ്മൾ ശ്രമിച്ചിരിക്കുന്നത്. സുരേഷ് ബാബു സാർ, ഇപ്പം നമ്മൾ ഈ സിനിമ, അതും ഒരു നടന്നൊരു സംഭവം, ചരിത്രത്തെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതിലെ നമ്മൾ ഫിക്ഷൻ കലർത്തുകയും വേണം. അപ്പം അത് എത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് അങ്ങ് ചെയ്തത്? അല്ല, ഇതിൽ ശരിക്കും നമ്മൾ അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം എടുത്തിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. കാരണം അല്ലാതെ നമ്മൾ ശരിക്കും വിമോചന സമരത്തിൻ്റെ ഒരു നേർസാക്ഷ്യം പറയാനുള്ള ശ്രമമല്ല. ശരിക്കും ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഈ പൃഥ്വിരാജിൻ്റെ കഥാപാത്രം, അയാളുടെ ആ ഒരു കഥാപാത്രത്തിൻ്റെ ചരിത്രം കൂടി ചേരുന്ന ഒരു വലിയ സിനിമയാണിത്. അതിൻ്റെ ഒരു ഭാഗമാണ്, ആദ്യത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് ചരിത്രം നേരിട്ടല്ല, പക്ഷേ ചരിത്രം ഒരു പാരലൽ ഹിസ്റ്ററി എന്നുള്ളൊരു നിലയ്ക്കാണ്, ആ സ്വാതന്ത്ര്യം എടുത്താണ് സിനിമ നമ്മൾ കൺസീവ് ചെയ്തിരിക്കുന്നത്. ഇത് എഴുതുന്ന സമയത്ത് ഇവരൊക്കെയാവണം, ഇതിപ്പോൾ അത് ടോവിനോ തോമസ് ഇത് ചെയ്താൽ നന്നാകും, അല്ലെങ്കിൽ കയാദു ഈ ഒരു റോൾ ചെയ്ത റെബേക്ക എന്നുള്ള റോൾ ചെയ്താൽ മനോഹരമായിരിക്കും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നു? അതോ പിന്നീട് സംവിധായകനുമായി സംസാരിക്കുമ്പോൾ അതിലേക്കൊക്കെ എത്തിയതാണ്? അതായത് ഈ കഥ ഞാൻ എഴുതുമ്പോൾ ഇവരാരുമില്ല മനസ്സിൽ. അതിനുശേഷം ഞങ്ങളിതൊരു പ്രോജക്റ്റായിട്ട് വരുന്ന ഘട്ടത്തിൽ ടോവിനോയാണ്. അത് ഈ പറഞ്ഞ പോലെ 2018 ടോവിനോയുടെ അടുത്ത് നമ്മൾ ഈ കഥ പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് ടോവിനോ അല്ലാതെ നമ്മൾ മറ്റൊരാളെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ കോവിഡ്, പിന്നെ പലതരത്തിലുള്ള വലിയ ബഡ്ജറ്റ് സിനിമ ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഒരു പ്രതിസന്ധികളിലൂടെയൊക്കെ പ്രൊജക്റ്റ് നീങ്ങുമ്പോഴും ഞങ്ങൾ വേറൊരു താരത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. കയ്യതുമൊക്കെ പിന്നെ വരുന്നതാണ്. ഓക്കെ. ഞാൻ ഇത് സ്പോയിലർ ആവുന്നതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴും ക്യാരക്ടർ നെയിം പറയാമല്ലോ. ഇപ്പം കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു കഥാപാത്രം ക്രിസ്റ്റഫർ സേനയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഈ ഒരു പേര്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്കെതിരെ പോരാടാൻ വേണ്ടി ആദ്യം കൊണ്ടുവരുന്നു. അപ്പം ആ പേരൊക്കെ അങ്ങനെ പേര് ശരിക്കും നമ്മൾ പി കൃഷ്ണപിള്ളയുടെ ഒരു ഓർമ്മയിലൊന്നും ചെയ്തതല്ല. ശരിക്കും കൃഷ്ണപിള്ള അതൊരു കൗതുകത്തിൻ്റെ പുറത്ത് തന്നെ വന്നതാണ്. ശരിക്കും നമ്മൾ ഒരു എന്താ പറയുന്ന കമ്മ്യൂണിസ്റ്റുകളെ നേരിടാനായിട്ട് ഇവിടെ എത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു ചട്ടമ്പി
നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം കാണുന്നതോടുകൂടി ഈ അയാളുടെ ജീവിതവുമായിട്ട് അതിനെ ആ നാടകത്തെ റിലേറ്റ് റിലേറ്റ് ചെയ്യുകയും പിന്നെ അയാൾ ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് മാറുകയാണ് ആ സത്യത്തിൽ. നമ്മൾ ഈ സിനിമയിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റാണെന്ന് അയാൾ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, പക്ഷെങ്കിൽ അയാൾ മനസ്സുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു തരത്തിലാണ് അതിൻ്റെ ഒരു പോയിരിക്കുന്നത്. ക്യാരക്ടറൈസേഷൻ ഒക്കെയും അടിപൊളിയാണ്. കാരണം എല്ലാവരും അവസാനം ഇപ്പം വില്ലൻ കഥാപാത്രം, സസ്പെൻസായി നിൽക്കുന്ന വില്ലൻ കഥാപാത്രം മുതൽ എല്ലാവരും, എല്ലാ ആൾക്കാരും, പിന്നെ അന്നത്തെ ഒരു പശ്ചാത്തലം, അന്നത്തെ KSRTC ബസ്, ആ ഒരു കവല ചിത്രീകരിക്കുന്നത്, ആ പള്ളി ഇരിക്കുന്നത്, അതെല്ലാം. അപ്പം കുറച്ചധികം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു ഒരു പഴയ കാലത്തിലേക്കൊക്കെ ഒരു സിനിമയെ ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ. അല്ല, അത് തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ബജറ്റ്, പിന്നെ നമ്മുടെ ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, അത് ശരിക്കും കുറച്ച് ഇത്തരം ഒരു സിനിമ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു പ്രീ പ്രൊഡക്ഷനിലൊക്കെ അത് ഉണ്ടാവേണ്ടതാണ്. അത് അങ്ങനെ തന്നെ സംഭവിച്ചതാണ്. ഓക്കെ. ഈ വിമോചന സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പം സിനിമ ഇറങ്ങി, എല്ലാവരും ആ സിനിമ നന്നായിട്ട് കാണുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു. പക്ഷേ അതിനൊപ്പം ചെറിയ തോതിലെങ്കിലും ഒരു വിവാദം കൂടി നിൽക്കുന്നുണ്ട് ഈ വിമോചന സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പം തിരക്കഥാകൃത്തിന്റെ ഭാഗത്ത് നിന്ന് അതിലൊരു വിശദീകരണം എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നോ? പ്രധാനമായിട്ടും ഇതിനകത്ത് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മളൊരു എന്താ പറയുന്ന ഒരു കോംപ്രമൈസ് തരത്തിൽ രണ്ട് കൂട്ടരെയും പിണക്കാതിരിക്കുക എന്നൊക്കെയുള്ളൊരു ലക്ഷ്യത്തിൽ ഇതിനകത്തൊരു കഥാപാത്രം വരുന്നുണ്ട്. നമ്മുടെ ഈ അത് ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പറയാൻ തോന്നുന്നു, ഉമ്മൻചാണ്ടിയുടെ ഒരു കഥാപാത്രമാണ് വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം അതിനകത്തൊരു രഹസ്യം എന്ന് വെച്ചാൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഈ കോൺഗ്രസിൽ തന്നെ ആ സമയത്തുണ്ടായിരുന്ന നേതാക്കന്മാരിൽ പലരും ഈ വിമോചന സമരത്തിന് എതിരായിരുന്നു. ഇപ്പോൾ നെഹ്റു ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടിയൊക്കെ ആ സമയത്ത് ഒരു പക്ഷെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും പിന്നെ ആ വിമോചന സമരത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലുമൊക്കെ പാർട്ടായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് തോന്നിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ നമ്മൾ അറിയുന്ന ഒരു ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ആ സിനിമയിൽ പറയുന്ന പോലത്തെ ഒരു സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി ഇങ്ങനെ ചെയ്യാനാണ് സാധ്യത എന്നുള്ള ഒരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമാണ് ത്തിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്, അങ്ങനെ ഒരു കാര്യം. അത് പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ സിനിമയിൽ നമ്മളൊരു പാരലൽ ഹിസ്റ്ററിയാണ് പറയുന്നത്, ചരിത്രം അങ്ങനെ എഴുതി വെക്കലല്ല എന്നുള്ള ഒരു സ്വാതന്ത്ര്യത്തിൽ ആണ് നമ്മളത് പറഞ്ഞത്. അത് ശരിക്കും തിയേറ്ററിൽ അത് ഭയങ്കരമായിട്ട് ആൾക്കാർ അത് ഏറ്റെടുക്കുന്നുമുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വിഷയം എടുക്കുന്നു, ഇങ്ങനത്തെ വിഷയം ഇതൊക്കെ ഒരു ചരിത്ര സംഭവം ആണല്ലോ. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ വേറെ ആരെങ്കിലും ഒക്കെ കൺസേൺ ആരെങ്കിലും കാണുകയോ സംസാരിക്കുകയോ മുതിർന്ന നേതാക്കളൊക്കെ? അല്ലല്ല, ഞാനിപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമുക്കിതിന് ഏത് സിനിമ ചെയ്യാനാണെങ്കിലും നമുക്ക് നമ്മുടെ വായനയിൽ നിന്നൊക്കെ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു വിവരങ്ങൾ കിട്ടും. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആൾക്കാർ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിൻ്റെ കാരണം ഒരു വിമോചന സമരത്തെ സംബന്ധിച്ച് എഴുതപ്പെട്ട കുറച്ച് പുസ്തകങ്ങളുണ്ട്. നമ്മൾ തോമസ് ഐസക്കിൻ്റെ ഉൾപ്പെടെ അങ്ങനെ കുറേ പുസ്തകങ്ങളുണ്ട്. ഇതല്ലാതെ പിന്നെ ദീപിക പത്രത്തിൽ അന്നത്തെ വാർത്തകളുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ, അതായത് പള്ളികളിൽ കമ്മ്യൂണിസ്റ്റുകളെ തല്ലാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ നേരിടാൻ വേണ്ടി ഒരു സൈന്യം രൂപീകരിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത നമുക്ക് ഭയങ്കര കൗതുകമാണ്. നമ്മൾ അന്നത്തെ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് വെച്ചാൽ പല സ്ഥലങ്ങളിലും ക്രിസ്റ്റഫർ സേന ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ അവസ്ഥയിലേക്ക് കൈവിട്ടു പോകുന്നുണ്ട്. അതായത് പള്ളികളുടെ സംരക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്ന സേന തന്നെ ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ നിലയിലേക്ക് അത് മാറുന്നുണ്ട്. അതിൻ്റെ പല വാർത്തകളുണ്ട്. മന്ത്രിമാരുടെ കാർ ആക്രമിക്കുന്നത്, അങ്ങനെ പലതരം വാർത്തകൾ അന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു ഭയങ്കര തെറ്റായ ഒരു നടപടിയായിരുന്നു എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പള്ളിയിൽ ഞാൻ പോയിട്ട് ഇങ്ങനെ രേഖകൾ അന്വേഷിക്കുമ്പോൾ അവർ പോലും ഈ പറഞ്ഞ പോലെ ക്രിസ്റ്റഫർ എന്നൊരു വാക്ക് പോലും അവർ ഉപയോഗിക്കുന്നില്ല. വേദപാഠ പരിശീലനത്തിന് ഗുരുക്കന്മാരെ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അത് ചരിത്രത്തിൻ്റെ ഭാഗമാണല്ലോ, അത് നമ്മൾ ഉപയോഗിച്ചെന്നുള്ളേ ഉള്ളൂ. ഇപ്പം ഞാൻ സാർ, ഇപ്പം മറ്റ് നമ്മൾ ഈ സിനിമകൾ ചെയ്യുന്ന പോലെ അല്ല ഒരു ചരിത്രത്തിന്റെ ഭാഗമായ ഒരു സിനിമയൊക്കെ ചെയ്യുമ്പോൾ, അപ്പൊ അത് എഴുതി അത് ഈ നടനെയും നടിയെയും ഒക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കണം. അപ്പൊ ടോവിയൊക്കെ ആദ്യം കേട്ടപ്പോൾ തന്നെ അത് അക്സെപ്റ്റ് ചെയ്തായിരുന്നോ? ടോവി ശരിക്കും ഇതിൻ്റെ ഇതിൻ്റെ ഒരു വൺ ലൈൻ കേൾക്കുമ്പോൾ തന്നെ ടോവി ഭയങ്കര എക്സൈറ്റഡ്. അപ്പൊ തന്നെ ഇന്നായി. അപ്പം തന്നെ ഇന്നാണ്. പിന്നെ ടോവി സമ്പൂർണ്ണമായിട്ടും അതിനകത്താണ്. പിന്നെ ഞാനിപ്പോൾ ഡിജോയുമായിട്ട് ചേർന്നിട്ട്, പിന്നെ നമ്മുടെ നൗഫലും ബ്രിജേഷുമാണ് പ്രൊഡക്ഷൻ ടീം, അവരുമായിട്ട് ചേർന്നുള്ള ചർച്ചകളിൽ നിന്നാണ് ബാക്കി കഥാപാത്രങ്ങളിലേക്കൊക്കെ എത്തുന്നത്. ഞങ്ങൾ ഇതിൻ്റെ ഒരു മൂന്നാമത്തെ വേർഷനാണ് ചിത്രത്തിൽ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സിനിമ. ശരിക്കും ഇതിൻ്റെ തന്നെ നമ്മൾ ആദ്യത്തെ സ്ക്രിപ്റ്റ്, രണ്ടാമത്തെ സ്ക്രിപ്റ്റ്, ഇത് മൂന്നാമത്തെ സ്ക്രിപ്റ്റാണ്. കാരണം ഈ ആദ്യത്തെ സ്ക്രിപ്റ്റ് ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ
എല്ലാവരും എക്സൈറ്റഡ് ആണ്. പക്ഷേ ഇത്രയും കാലതാമസം വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു സിനിമ വന്നു. അത് പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. അത് 2018 വന്നുകൂടി അത് ഞങ്ങൾ മാറ്റി വയ്ക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് വേറൊരു വേർഷൻ വന്നു. ആ വേർഷൻ ഇതേപോലെ കാലം മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ വേറൊരു സിനിമ വന്നപ്പോൾ അതുമായിട്ടൊരു സാദൃശ്യം വന്നപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിട്ട് പിന്നാണ് നമ്മൾ ഈ ഒരു ഇപ്പോഴത്തെ പള്ളിച്ചട്ടമ്പി മൂന്നാമത്തെ സ്ക്രിപ്റ്റാണ്. ഈ പട്ടേലർ എന്ന് പറയുന്നത് ശരിക്കും പട്ടേലർ കുഞ്ചമ്പ തമ്പിയാർ എന്ന് പറയുന്നത് ഞാനൊരു മറ്റൊരു ബ്രഹ്മാണ്ഡ സിനിമയ്ക്കായിട്ട് പൃഥ്വിരാജിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരിക്കുന്ന കഥാപാത്രമാണ്. അപ്പോൾ നമുക്കൊരു വില്ലൻ ഇതിനകത്ത് ആവശ്യമാണ്. ഇങ്ങനെ വന്നപ്പോൾ ആ ഒരു പട്ടേലറെ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് പിന്നെ പൃഥ്വിരാജിനെ സമീപിക്കുന്നത്. അങ്ങനെയാണ് ഈ അവസാനത്തെ ഈ പട്ടേലർ ഇതിലേക്ക് എത്തുന്നതും ഇപ്പോഴത്തെ ഫോം രൂപപ്പെടുന്നു. ഓക്കെ, സിനിമയുടെ അവസാന ഭാഗത്തിൽ ഒരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നൊരു സൂചനയുണ്ട്. രണ്ടാം ഭാഗം തീർച്ചയായിട്ടും പട്ടേലരുടെ കഥ സിനിമയാവും. കാരണം അത് നമ്മളൊരു സ്വതന്ത്ര സിനിമയായിട്ട് തന്നെ ആദ്യം ആലോചിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും ഒരു സിനിമയാവും. കാരണം അതിൻ്റെ ഒരുപാട് സാധ്യതയുണ്ട്. അത് നമ്മൾ ഇതിനകത്ത് സൂചിപ്പിച്ചു വെക്കുന്ന തരിയോട്ടുമല എന്നുള്ളത് വയനാട്ടിലെ തരിയോടാണ്. തരിയോടിലെ ഈ സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ കഥയാണ്. അപ്പോൾ അത് വേറൊരു തരത്തിൽ ഒരു വലിയ സിനിമയായിട്ട് വരും അതെങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും ഈ ടോവിനോ ഈ ഒരു കൃഷ്ണപിള്ളയ്ക്കും കൂടെ അതിനകത്ത് തീർച്ചയായിട്ടും അതിനകത്ത് വന്നേ പറ്റുള്ളൂ. എല്ലാവരും കണക്റ്റഡ് ആണ്. സുരേഷ് ബാബു സാർ, ഇപ്പം ഈ സമയത്ത് എന്തെങ്കിലും ഈ തിരക്കഥ ഇപ്പം 1 കഴിഞ്ഞു 2 കഴിഞ്ഞു 3-ാമതിലൊക്കെ വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഒരു തലയിൽ കുറേ കാര്യങ്ങളില്ലേ? ഈ നമ്മുടെ ഈ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്നത് അതിന്റെ സ്ക്രിപ്റ്റ് ആണല്ലോ. അതിങ്ങനെ മാറി വരുമ്പം എന്തെങ്കിലുമൊക്കെ ഈ പ്രതിസന്ധികളോ കൺഫ്യൂഷൻസ് ഇല്ല. അത് ഇതിൻ്റെ ഒരു പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ഷൂട്ട് തുടങ്ങുന്നത് വരെ നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ പുറത്ത് തന്നെ ആയിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം പ്രത്യേകിച്ച് ഇത് ഇത്രയും വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് നമുക്ക്, കാരണം മറ്റ് സമകാലികമായിട്ട് ഇറങ്ങുന്ന മറ്റ് സിനിമകളുടെ സാദൃശ്യങ്ങളോ ഒക്കെ ഇതിനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ അഴിച്ചു പണിയും. അങ്ങനെ പിന്നെ ഷൂട്ട് തുടങ്ങുന്ന ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം ഡയറക്ടർക്ക് കൈമാറി കഴിഞ്ഞാൽ പിന്നെ ഡയറക്ടറുടെ വിഷനാണ്. സിനിമ അങ്ങനെയാണല്ലോ. കാരണം നമ്മൾ എഴുതുന്ന ഘട്ടം വരെ നമ്മളാണ് രാജാവ്. ഷൂട്ട് തുടങ്ങുന്ന ഒരു പോയിന്റ് മുതൽ അത് നമ്മൾ ഡയറക്ടറിലേക്ക് ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം പിന്നെ വേറെ ഇതിലൊന്നും വന്നിട്ടില്ല. അതിൻ്റെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ചെറിയ കറക്ഷൻസോ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അഭിനയിച്ച താരങ്ങൾ എല്ലാവരും ആണെങ്കിലും ഗംഭീര പെർഫോമൻസ് ആണ്. ഇപ്പം വിജയരാഘവൻ സാറിൻ്റെ ഒക്കെ അഭിനയം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴേ കണ്ടു തുടങ്ങി നമ്മൾ പഠിച്ച് കണ്ട് അത്ഭുതപ്പെടുന്ന മനുഷ്യരാണ്. ഇപ്പം ഈ ഇതിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രമൊക്കെ എന്ത് മനോഹരമാണ്. ഇപ്പം തുടക്ക സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു ഈ ആൾക്കാർക്കിടയിൽ ഒരു സ്പർദ്ധ വളർത്താനോ പക്ഷെ അവസാനമൊക്കെ എത്തുമ്പോഴത്തേക്കും അതെ. അപ്പം ഈ അദ്ദേഹമൊക്കെ സെറ്റിലൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതെ, കാരണം അദ്ദേഹം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ സിനിമയെക്കുറിച്ച്. ഇതിൻ്റെ ഒരു ആശയം കേട്ട നിമിഷം മുതൽ തന്നെ പുള്ളി, കാരണം അദ്ദേഹത്തിന് കുറേ അറിയാം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറേ അറിയാം. ഇപ്പോൾ നമ്മൾ, അതായത് ഈ ലോകത്തെവിടെയും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിലെത്തുമ്പോൾ അതിനെ ഭയക്കുന്ന ഒരു വലിയ കേന്ദ്രങ്ങളുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അത് കേരളത്തിലാണെങ്കിലും ശരി, ലോകത്ത് മറ്റേത് സ്ഥലത്താണെങ്കിലും നമ്മൾ ചരിത്രം എടുത്താൽ മനസ്സിലാവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭീതി കമ്മ്യൂണിസ്റ്റ് EMS അധികാരമേൽക്കുന്ന തലേ രാത്രി കുർബാനയ്ക്ക് ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഇത് അച്ഛൻ്റെ പ്രസംഗമാണ്. അതായത് റഷ്യയിലെ അവിടുത്തെ ഓരോ കഥകൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ നമ്മുടെ ചരിത്രം നമുക്ക് തരുന്ന ഓർമ്മപ്പെടുത്തലാണ് ആ ഒരു ഈ ചരിത്ര അവലംബിത തിരക്കഥകൾ എഴുതുമ്പോൾ അത് വെല്ലുവിളിയാണോ? എനിക്ക് വ്യക്തിപരമായിട്ട് അത് ഭയങ്കര താല്പര്യമുള്ള ഒരു ഞാനിപ്പോൾ കുറച്ച് ഇപ്പം പൃഥ്വിരാജ് അഭിനയിക്കുന്ന വാഴ്വേമായം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഇപ്പം അടുത്തായിട്ട് അതിൻ്റെ ഇതിലാണ് നിൽക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഒരു ചരിത്രം പറയുന്നതാണ്. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിനകത്ത് വെല്ലുവിളി എന്ന് വെച്ചാൽ അതിനേക്കാൾ കൂടുതൽ കൗതുകമാണ്. കാരണം നമ്മളിപ്പോൾ തേടിപ്പോകുമ്പോൾ നമ്മൾ ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പം നടന്ന സംഭവമൊക്കെ ആകുമ്പോഴേ ചെറുതായിട്ടൊക്കെ ഒരു പാളിപ്പോയാൽ റിസ്ക് ഫാക്ടർ കൂടുതലാണ്. അല്ല, അത് ഭയങ്കരമായിട്ട്, കാരണം വെച്ചാൽ അത് സ്വാഭാവികമായിട്ടും അതൊരു ഡയറക്ടർക്കും ബാക്കി എല്ലാവർക്കും ഭയങ്കര കരുതൽ വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ അത്തരം പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ ഒരു വിജയം. എനിക്കതിൽ ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡയറക്ടറുമായിട്ടൊക്കെ ഒരു റാപ്പ് അല്ല, എനിക്ക് തോന്നുന്നത് ഈ പുതിയ തലമുറയിൽ എൻ്റെ നടൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടാണ് ഡിജോ എന്നെ വിളിക്കുന്നത്. നമുക്കൊരു വിളിച്ചൊരു സിനിമ ഇതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയിൽ കുറച്ചും കൂടെ ഈ ഒരു ചരിത്രം കേൾക്കാനുള്ളൊരു കൗതുകമുള്ള ഒരു സംവിധായകനാണ്.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എഴുതി പൂർത്തിയാക്കുന്ന ഒരു തിരക്കഥ പിന്നെ ഡിജോയുടെ ഒരു ഫേവറിലേക്ക് മാറുകയാണ് സിനിമ. അതെ അതെ അതെ. അത് അങ്ങനെയാണ് ഒരു സിനിമയെ സംബന്ധിച്ച് എഴുത്തുകാരനും സംവിധായകനും രണ്ട് ആൾക്കാരായിരിക്കുമ്പോൾ സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ. ഈ പ്രേക്ഷകരൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വിളിക്കാറുണ്ടോ? അവരെന്താ പറയുന്നത്? ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ഈ ഓൺലൈൻ റിവ്യൂസ് ഇപ്പം ഇന്നത്തെ നമുക്ക് ഏറ്റവും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇൻ്റർവെലിൻ്റെ റിവ്യൂ വന്നു, ഒരു 3-4 ആൾക്കാർ. അപ്പോൾ അത് അത്ര നല്ലൊരു നടപടിയല്ല. ഞാനും ഈ പറഞ്ഞ പോലെ റിവ്യൂസൊക്കെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ പോലും റിവ്യൂ പറയാം, ഉറപ്പായിട്ടും ഏതൊരാൾക്കും അവരുടെ അഭിപ്രായം പറയാൻ ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് ഒരു കലാരൂപമാകുമ്പോൾ അവർക്ക് വിമർശിക്കാം. പക്ഷേ ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് വരൽ, പിന്നെ അത് ഭയങ്കര വിനാശകരമായ രീതിയിലുള്ള ഭാഷയിലൊക്കെ വരുമ്പോൾ അത് സിനിമയെ ആദ്യത്തെ ദിവസം നമ്മളിതിനെ ബാധിക്കുമെന്ന് കരുതി. കാരണം കുറച്ച് തിയേറ്ററിലേക്ക് പോകാനിരുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഒന്ന് മടിച്ചിട്ടുണ്ടാവും. പക്ഷെ പിന്നെ നല്ല അഭിപ്രായം വന്നു കഴിയുമ്പോഴാണ് പിന്നെ ആൾക്കാർ വരുന്നത്. ഒരുപാട് ആൾക്കാർ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, ഡയറക്ടേഴ്സായിട്ടുള്ള ആൾക്കാരും ഒരുപാട് സുഹൃത്തുക്കളും. ഇപ്പം ഭാഷാ പരിമിതിയുള്ള ആക്ടേഴ്സും ഉണ്ട് ഇതിൽ. ഇപ്പം കായിഡു ആണെങ്കിലും ഒക്കെയും മലയാളികളല്ല. എനിക്ക് തോന്നുന്നു പോലീസ് ഓഫീസർ അദ്ദേഹവും മലയാളിയല്ലോ അല്ലേ? അപ്പം അവരെയൊക്കെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു ഈ സ്ക്രിപ്റ്റ് ഒക്കെ അവർക്ക്? അല്ല, അത് ഡിജോ അത് വളരെ കൃത്യമായിട്ട് ലീഡ് ചെയ്യും. ഡിജോയുടെ ഒരു ടീമുണ്ട്, അവരത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യും. അതിനകത്തൊന്നും വേറെ സാങ്കേതിക വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ. സുരേഷ് ബാബു സാർ, ഇപ്പം നമ്മൾ പള്ളിച്ചട്ടമ്പയെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അങ്ങ് ഈ തിരക്കഥ മേഖലയിലേക്ക് ആദ്യത്തെ ഒരു ചുവടുവയ്പ്പ് എങ്ങനെയായിരുന്നു? തിരക്കഥ ഞാൻ ശരിക്കും ഒരു ഫൈൻ ആർട്സ് കോളേജിൽ ഞാനൊരു പെയിൻറ്ററാണ്. പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ പത്രപ്രവർത്തകനം. ഈ പത്രപ്രവർത്തനത്തിൻ്റെ സമയത്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ റിവ്യൂസ് മാതൃഭൂമി, ചിത്രഭൂമിയിലും ഒക്കെ ചെയ്ത്. അങ്ങനെ ദാദാസാഹിബാണ് എൻ്റെ ആദ്യ സിനിമ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിക്കാർ അങ്ങനെ വരികയാണ്. ഒരുത്തി ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ പിന്നെ ഇതിലേക്ക് എത്തുന്നു. പുതിയ പ്രോജക്റ്റ് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമയുടെ ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നുള്ളത് പൃഥ്വിരാജ്, ഞാൻ പറഞ്ഞില്ലേ, അഭിനയിക്കുന്ന വാഴ്വ്യമായം. ഇത് രണ്ടുമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് മുമ്പിലുണ്ട്. പള്ളിച്ചട്ടമ്പിയുടെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? നന്നായി പോകുന്നു. എല്ലാവരും അത് ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെ പോകുന്നു. ഈ ഫാമിലിയൊക്കെ സിനിമ കണ്ടിട്ട് എന്താ പറഞ്ഞത്? അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ നമ്മളീ പറഞ്ഞ പോലെ റിവ്യൂവേഴ്സ് ആണെങ്കിലും അവരൊരു പ്രത്യേകിച്ച് ഒരു വലിയ സിനിമ വരുമ്പോഴേ അവരുടെ മാനദണ്ഡങ്ങൾ കുറെ കൂടെ ഭയങ്കര കണിശമാകും. ഇപ്പോൾ ഒരു ചെറിയ സിനിമ വന്നു പോകുമ്പം അതിന് പുലർത്തുന്ന ഒരു മാനദണ്ഡമായിരിക്കില്ല. ഇതിനെ കുറച്ചുകൂടെ നിശ്ചിതമായിട്ട് അവരിതിനെ കാണും. അങ്ങനെ കാണാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് തോന്നുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരുപക്ഷെ നമുക്ക് തന്നെ അറിയാവുന്ന ചെറിയ എന്തെങ്കിലും പിഴവുകളൊക്കെ ആയിരിക്കും അവർ അതിനെ ഭയങ്കര പർവ്വതീകരിച്ച് പറയുന്നത്. അതിനൊന്നും അവർ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അതങ്ങനെയാണ്. നമ്മളാണെങ്കിൽ തന്നെ ഒരു വലിയ എക്സ്പെക്റ്റേഷനിൽ പൃഥ്വിരാജും ടോവിനോയും ഒരുമിച്ച് വരുന്നൊരു സിനിമ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അവർ കുറച്ചുകൂടെ അവരുടെ ആയുധങ്ങളൊക്കെ മുറിച്ചു കൂട്ടി കുറച്ചുകൂടെ ഇതിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫിലിം മേക്കേഴ്സ് കുറച്ചും കൂടെ ശ്രദ്ധാലുവാവണം അക്കാര്യത്തിൽ, കാരണം പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് മാത്രമാണ് എനിക്ക് അതിൽ നിന്ന് തോന്നുന്നത്. ഓക്കെ. ഈ മേക്കിങ്ങിന്റെ കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞു, കാരണം ഗംഭീര മേക്കിംഗ് ആണ്. ഇപ്പം തുടക്കത്തെ സീൻ തൊട്ട് ലാസ്റ്റ് വരെ ആ സെറ്റും കാര്യങ്ങളും ഒക്കെയും അടിപൊളിയായിരുന്നു. അപ്പം ഈ ഗ്രാഫിക്സ് ടീം ആണെങ്കിലും ഈ മൊത്തം ക്യാമറ ടീം, മൊത്തം സിനിമയുടെ ഹോൾ ടീം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം ചെറുപ്പക്കാരാണ്. ഈ പറഞ്ഞ പോലെ അത് ഡിജോ എല്ലാവരെയും വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ആണ് പ്രത്യേകിച്ച് നന്ദി പറയട്ടെ. ജെയ്ക്സ് പറഞ്ഞ പോലെ എക്സ്ട്രാ ഓർഡിനറിയാണ്. ഞാൻ ഇതിനകത്ത് ജെയ്ക്സിൻ്റെ അടുത്ത് ഞാനിതിൻ്റെ പ്രിവ്യൂ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അവസാന ഭാഗത്ത് വരുന്നൊരു റീറെക്കോർഡിങ്ങിന് റെഫറൻസായിട്ട് ഞാൻ സ്ക്രിപ്റ്റിൽ എഴുതുമ്പോൾ അതിൻ്റെ ഒരു മ്യൂസിക് റെഫറൻസായിട്ട് ലെഫ്റ്റ് സൈഡിൽ കോൾഡ് വാർ മ്യൂസിക് എന്ന് എഴുതിയിരുന്നു. കോൾഡ് വാർ മ്യൂസിക് നമ്മൾ ശീതസമരത്തിൻ്റെ കാലത്ത് രൂപപ്പെട്ട സംഗീതമുണ്ട്. അതായത് കമ്മ്യൂണിസത്തിനെതിരെ അല്ലെങ്കിൽ ആ ഒരു ശീതസമര കാലത്ത് രൂപപ്പെട്ട സംഗീതം, അതിൻ്റെ ഒരു ഫ്ലേവർ കാരണം ഇവിടെയും നമ്മുടെ കണ്ടന്റ് കൂടെ അതായതുകൊണ്ട് അത് ഉപയോഗിക്കാം എന്ന് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരുന്നു. പക്ഷേ ഇത് നമ്മുടെ ഡയറക്ടറുടെ അടുത്ത് കൊടുക്കുന്നു. ഡയറക്ടർ അത് ജെയ്ക്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ആ ഒരു കാര്യം. പക്ഷേ ആത്യന്തികമായിട്ട് ഈ മ്യൂസിക് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. കാരണം നമ്മളത് കോൾഡ് വാർ മ്യൂസിക്കൊക്കെ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിലേക്ക് വന്നിട്ടുണ്ട് ജെയ്ക്സ് ചെയ്തൊരു കാര്യം. അപ്പോൾ അത് ആ ഒരു പ്രതിഭയാണ് ശരിക്കും ജെയ്ക്സിൻ്റെ. നമ്മളത് റെഫറൻസ് ഇല്ലെങ്കിൽ പോലും
അതിൻ്റെ ഒരു കണ്ടന്റ് മനസ്സിലാക്കി അതിലേക്ക് എത്തി എന്നുള്ളതാണ്. അതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ട് തോന്നിയായിരുന്നു. പണ്ട് ഞാൻ ഈ ഇടയ്ക്ക് ജയ്ക്ക് സാറിൻ്റെ ഇൻ്റർവ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഇങ്ങനെ പറയണ്ടായിരുന്നു, നമ്മളൊരു സിനിമ കിട്ടി അതിൻ്റെ ബീജിയിലേക്ക് നമ്മൾ എത്തിയ നമ്മളങ്ങ് ഇന്നായി കഴിഞ്ഞു, പിന്നീട് അത് വേറൊരു ലോകത്തിലാണ് അങ്ങ് ചലിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് വള്ളിച്ചട്ടമ്പിയിലെ പാട്ടും അതേപോലെ ബീജിയും ഒക്കെയും അടിപൊളിയായിരുന്നു. അപ്പം സാർ എല്ലാവിധ ആശംസകളും. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, പള്ളിച്ചട്ടമ്പി തിയേറ്ററിൽ ഇപ്പോഴും നിറഞ്ഞ് ഓടുന്നുണ്ട്. എല്ലാവരും കാണുക. ഈ പറഞ്ഞ പോലെ നമ്മുടെ ചരിത്രം പറയാതെ പോയ ഒരു പോരാളിയുടെ കഥയാണ്. നമ്മൾ കണ്ട് ബോധ്യപ്പെടേണ്ട ഒരു സിനിമയാണ്. എല്ലാവരും പള്ളിച്ചട്ടമ്പി കാണുക, ഒപ്പം മറ്റ് സിനിമകളും കാണുക. ഓക്കെ, ഇപ്പോൾ സുരേഷ് സാർ ഒരുപാട് സന്തോഷം. ഇനി വരുന്ന പടങ്ങളും ഒക്കെയും ഗംഭീരമാവട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ സാർ.